സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ BJP വേദിയിൽ. BJPയുടെ വികസന സന്ദേശയാത്രയുടെ ഉദ്ഘാടന വേദിയിലാണ് ഔസേപ്പച്ചൻ എത്തിയത്. ഔസേപ്പച്ചനെ പോലെയുള്ളവർ BJP സ്ഥാനാർത്ഥികളായി നിയമസഭയിലെത്തണമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ പറയുകയും ചെയ്തു. നിങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരിക്കാം. ഒരു അമ്മ പെറ്റ മക്കൾക്ക് പലർക്കും പല ആശയങ്ങൾ, പല ഇഷ്ടങ്ങളുണ്ടാവാം. പക്ഷേ അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ ഒരുമിച്ച് പ്രവർത്തിക്കും. അതുതന്നെയാണ് നമ്മൾ രാജ്യത്തിലെ ഓരോ ഭാരതീയനും ചെയ്യേണ്ടത് കടമ. നിയമസഭയിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നിയമസഭയിൽ മത്സരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഗ്രഹം. ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്കൊക്കെ വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. നിയമസഭയിൽ മുണ്ട് പൊക്കി കാണിച്ച് അടിയുണ്ടാക്കുന്ന ആൾക്കാരല്ല വേണ്ടത്. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ് വരേണ്ടത്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകളെ, ഔസേപ്പച്ചനെ പോലുള്ള ആളുകളെ, കേരളം ഇന്ത്യയും സുപരിചിതനായ ഫക്രുദ്ദീനെ പോലുള്ള ആളുകളെ ഇനി അകന്നു നിൽക്കാതെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നെഗറ്റീവ് പൊളിറ്റിക്സ് അല്ല, പോസിറ്റീവ് പൊളിറ്റിക്സിൻ്റെ പേരിൽ BJPയോടൊപ്പം അണിചേരണം. വിവരങ്ങളുമായി ലിഷോയ് തന്നെയാണ് ചേരുന്നത്. ലിഷോയ്, BJPയിലേക്ക് സ്വാഗതം ചെയ്തു എന്ന് മാത്രമല്ല, നിയമസഭയിൽ മത്സരിക്കണമെന്നുകൂടി B. ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മുമ്പ് RSS പരിപാടിയിൽ പോയിട്ടുണ്ട് ഔസേപ്പച്ചൻ എന്നിരിക്കെ അതിനൊരു സാധ്യത കാണണോ? തീർച്ചയായും. അതായത് അദ്ദേഹം വളരെ അനുകൂലമായ ഒരു സംഭാഷണം അല്ലെങ്കിൽ പ്രസംഗം തന്നെയാണ് ഔസേപ്പച്ചൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയത്. അതായത് നേരത്തെ RSS വേദിയിലെത്തിയും അദ്ദേഹം ഈ ഇത്തരത്തിൽ BJPയുടെ ഭരണത്തെയും അതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിനെയും അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇന്നിപ്പോൾ വികസന സന്ദേശയാത്ര എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. അത് തൃശ്ശൂർ ജില്ലയിൽ, സിറ്റി ജില്ലയിൽ തന്നെ 4 നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നായിരുന്നു BJP വൈസ് പ്രസിഡൻ്റായ B. ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അദ്ദേഹം നേതൃത്വം നൽകുന്ന യാത്രയായിരുന്നു. അതിലാണ് ഔസേപ്പച്ചൻ എത്തിയത്. ഔസേപ്പച്ചനെ പോലുള്ള ഇത്തരത്തിലുള്ള സമൂഹത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ BJPയിലേക്ക് കടന്നു വരണം. അതുമാത്രമല്ല, അത്തരത്തിലുള്ള ആളുകൾ വേണം ഈ നിയമസഭയിലേക്ക് ഉൾപ്പെടെ മത്സരിക്കാൻ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു B. ഗോപാലകൃഷ്ണൻ പറയുന്നത്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം BJP ഒരു കൃത്യമായ അവർക്ക് അജണ്ടയുണ്ട്. അതായത് കൃത്യമായ നിയമസഭാ സീറ്റുകൾ പിടിക്കുന്നതിന് വേണ്ടിയുള്ള, വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരുപാട് നാളുകളായി അവിടെ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി പല മേഖലയിൽ നിന്നുള്ള ആളുകളെ BJPയോട് അടുപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഔസേപ്പച്ചനെയും ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതും, ഔസേപ്പച്ചനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതും, നിയമസഭയിലേക്ക് മത്സരിക്കാൻ ക്ഷണിച്ചതും ഒക്കെ തന്നെ. എന്തായാലും ചർച്ചകൾ പല വിധത്തിൽ നടക്കുന്നുണ്ട്. ഏതെല്ലാം തരത്തിലാണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതെ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഔസേപ്പച്ചൻ മത്സരിക്കുമോ എന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും അദ്ദേഹം സന്തോഷപൂർവ്വം BJP വേദിയിലെത്തിയിരിക്കുന്നു.